അങ്ങനെ എൻ്റെ വെക്കേഷൻ സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. ഡെയ്സി മന്തി എന്ന് വെച്ചാൽ ഞാനത് മന്തിക്കടയെന്ന് വിചാരിച്ചത്, പക്ഷെ അതല്ല കേട്ടോ. നമ്മുടെ എല്ലാ ഇന്ത്യൻ ഗ്രോസറീസും കിട്ടുന്നൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ പോയി അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. ഒരുപാട് സംഭവബഹുലമായ കാര്യങ്ങൾ നടന്നൊരു ദിവസമായിരുന്നു അത്. കാര്യം എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി ലഞ്ച് കഴിക്കാൻ പോകാമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ലിറ്റിൽ സൗത്ത് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ്. അന്ന് അവിടെ താങ്ക്സ് ഗിവിംഗ് സ്പെഷ്യൽ ബൊഫേ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോൾ ഇഷ്ടം പോലെ വിഭവങ്ങൾ, ഇതൊക്കെ എല്ലാം കൂടെ ട്രൈ ചെയ്യാൻ പോലും വേറെ സ്ഥലം ഉണ്ടായിരിക്കില്ല. എന്നാലും നമ്മൾ പറ്റുന്ന അത്രയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു. അവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും അടിപൊളിയായിരുന്നു. നമുക്ക് ലൈവായിട്ട് വെള്ളയപ്പമൊക്കെ അവരുണ്ടാക്കി തരുന്നുണ്ടായിരുന്നേ. എന്തായാലും നമ്മൾ അവിടുന്ന് അത്യാവശ്യം പറ്റാവുന്ന ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു. അവിടെ വെജും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ പൊതുവെ വെജിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡെസേർട്ട്സ് അതുപോലെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ മോസ്റ്റ് അല്ല, എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഇന്ന് നമുക്കിനി വേറെ 2 അജണ്ടാസും കൂടി ഉണ്ട്. നമ്മുടെ മിഥു ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് അവൻ പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ 2 സ്ഥലത്തൊന്നും നമുക്ക് പോകാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മൾ എന്തായാലും കാറൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ആദ്യത്തെ ഈ മെജസ്റ്റിക് കാർ വാഷ്, ഇവിടെയാണ് മിഥു പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആദ്യത്തെ സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കാർ വാഷ് ഒക്കെ കഴിഞ്ഞു. നേരെ നെക്സ്റ്റ് പോകാൻ പോകുന്നതാണ് അവൻ്റെ മെയിൻ സ്ഥലം. അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ജോലി ചെയ്തിട്ടുള്ള അവൻ്റെ ഒരു ഏറ്റവും അടിപൊളി കാലഘട്ടം എന്ന് അവൻ പറയുന്നൊരു സ്ഥലമാണ് ടോപ്പേഴ്സ് പിസ്സ. അതാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം. അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നേ ഞാൻ കോക്കോയിൽ കയറി ഡ്രിങ്കൊക്കെ വാങ്ങിച്ചു. അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പിസ്സ ഉണ്ടാക്കി തരുമെന്ന്. അങ്ങനെ അതിനെന്താന്ന് പറഞ്ഞ് അവൻ നേരെ എനിക്ക് പിസ്സ ഉണ്ടാക്കി തരാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ പിസ്സ ഉണ്ടാക്കുന്നത് കാണുന്നത്. ഞാനൊരു വലിയ പിസ്സ ഫാനൊന്നും അല്ല, പക്ഷെ അവൻ പറയാറുണ്ട് അവിടത്തെയാണ് ദ ബെസ്റ്റ് പിസ്സ എന്ന്. അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാനത് കഴിച്ചപ്പോഴും ഞാൻ ഒരുപാട് ഇങ്ങനത്തെ പിസ്സാസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു പിസ്സ അത് തന്നെയായിരുന്നു. അങ്ങനെ അവൻ അതൊക്കെ ഉണ്ടാക്കി തന്നു. അവൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. നമ്മൾ അവരെല്ലാവരെയും കണ്ടു. അവർക്ക് എന്നെയും നല്ല ഫെമിലിയറാണ്, എനിക്ക് അവരെയും നല്ല ഫെമിലിയറാണ്. അപ്പം പറഞ്ഞിട്ട് എനിക്ക് അവരെ ആദ്യമായിട്ടല്ല ഞാൻ അവരെ 2ാമത്തെ തൊട്ടാണ് കാണുന്നത്, പക്ഷെ ഒരു ഡിസ്റ്റൻസ് ഒന്നും ഒരിക്കലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും സംസാരിച്ചു, പിസ്സയൊക്കെ ഉണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ നാളെ ഇവിടുന്ന് തിരിച്ചു പോവാണ്. സത്യത്തിൽ അതിൻ്റെ നല്ല വിഷമമുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാനാ, ഇനി ബാക്ക് ടു റൂട്ടീൻ ആൻഡ് ബാക്ക് ടു നോർമൽ ലൈഫ്. അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവർ ബൈ.